ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് ഗ്രൂപ്പ് തിയറിയിലെ പാർട്ട് 6 ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, നമ്മളിത് പഠിക്കാം. നമ്മൾ ഇന്നലെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടു. ഒരു മോളിക്യൂളിനെ എങ്ങനെയാണ് ഓരോ പോയിന്റ് ഗ്രൂപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഇനി ആ പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഓർഡർ, ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എങ്ങനെ പറയാം. ഈ ഓർഡറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റർ എച്ച് വെച്ചിട്ടാണ്. എച്ച്. ഓക്കെ, ഇനി എന്താണ് ഓർഡർ എന്ന് വെച്ചാല്, ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൽ എത്ര നമ്പർ സിമെട്രി ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും, എത്ര സിമെട്രി ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും, അതിന്റെ എണ്ണമാണ്, അതിന്റെ ടോട്ടൽ നമ്പറിനാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഞാനൊരു C3 പോയിന്റ് ഗ്രൂപ്പ്, CN എന്ന് നമ്മൾ പോയിന്റ് ഗ്രൂപ്പിൽ CN ഉണ്ട്, CNV ഉണ്ട്, CNH ഉണ്ട്. അതിൽ തന്നെ C3 എന്നൊരു പോയിന്റ് ഗ്രൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. C3. ഓക്കെ, അതില് C3യിൽ എനിക്ക് 3 ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. C3 1 ചെയ്യാം, C3 2 ചെയ്യാം, C3 3 ചെയ്യാം. പക്ഷെ ഈ C3 3 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അത് എന്ത് തന്നെയാണ്, ഈ C3 3 എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവരെ നമ്മളിപ്പോ കൺസിഡർ ചെയ്യേണ്ട. ഐഡന്റിറ്റി എലമെന്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഓർഡർ, അവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ E കൺസിഡർ ചെയ്യാം. പിന്നെ മിച്ചമുള്ളത് എത്രണ്ണമാണ്, 2 ഓപ്പറേഷൻസ് ആണുള്ളത്, C3 1 ഉം C3 2. ഓക്കെ, അപ്പൊ C3 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രണ്ണമാണ്, 2 ആണ്. ഓക്കെ, അവരുടെ ഓർഡർ 2 ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. C3 1 ഉണ്ട്, C3 2 ഉണ്ട്. പിന്നെ ഐഡന്റിറ്റി എലമെന്റ് എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമുക്ക് 3 എന്ന് പറയാം. ഇവരുടെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. സോറി, ഞാൻ പറഞ്ഞതിൽ അത് മിസ്റ്റേക്ക് വന്നാണ്. C3 എന്ന് പറയുന്ന CN പോയിന്റ് ഗ്രൂപ്പിന് E ഉണ്ട്, E എല്ലാവർക്കും ഉണ്ട്, E ഉണ്ട്, കൂടെ എന്തുണ്ട്, C3 1 ഉണ്ട്, C3 2 ഉണ്ട്. അപ്പൊ ടോട്ടൽ 3 ആണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിക്കാം. ഒരു ടെട്രാഹെഡ്രൽ മോളിക്യൂള്, നമ്മളൊരു ടെട്രാഹെഡ്രൽ മോളിക്യൂള് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് E ഉണ്ട്, 8C2 ഉണ്ട്, 3C2 ഉണ്ട്, 6S4 ഉണ്ട്, 6 സിഗ്മ D ഉണ്ട്. ഇത്രയും സിമെട്രി എലമെന്റ്സ് ആർക്കുണ്ട്, ടെട്രാഹെഡ്രലിനുണ്ട്. അപ്പൊ ഇവരുടെ ടോട്ടൽ ഓർഡർ എന്ന് പറയുന്നത് 6 ടൈപ്പ് സിഗ്മ D ഉണ്ട്, 6S4 ഉണ്ട്, 3S2, വേറൊരു 8S2, പിന്നെ ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ടോട്ടൽ എത്ര വരും, 24. അതാണ് ഇവരുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഓർഡർ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ എത്ര സിമെട്രി ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യും, ആ ചെയ്യാൻ കഴിയുന്ന ഒരു മോളിക്യൂൾ എത്ര പെർഫോം ചെയ്യാൻ കഴിയും, അതിന്റെ ടോട്ടൽ നമ്പർ ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിക്ക് എത്ര ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. ഇപ്പൊ CN ആണെങ്കിൽ CN ഓഡോ ഈവനോ അങ്ങനെ 2 ടൈപ്പ് ആകാമല്ലോ. അങ്ങനെ ഓഡ് കേസിൽ, ഈവൻ കേസിൽ എത്ര പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ C3 തന്നെ കേസ് എടുത്തു. C3യിൽ എനിക്ക് C3 1 ചെയ്യാം, C3 2 ചെയ്യാം, C3 3 ചെയ്യാം, C3 4, C3 5, എത്ര വേണേലും ചെയ്യാം. പക്ഷേ ഇതിൽ C3 3 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഇനി ഈ C3 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, C3 പവർ ഈ 4ഉം 3യും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്ന പവറിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ്, C3 1 തന്നെയാണ്. അപ്പൊ C3 4 എന്ന് പറയുന്നത് എന്താണ്, C3 1 തന്നെയാണ്. അപ്പൊ അവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഓക്കെ, ഇനി C3 5 നോക്കിക്കോളൂ. C3 5 എന്ന് പറയുന്നത് എന്താണ്, C3 5 - 3 ആണ്. അതെന്തിന് ഈക്വൽ ആണ്,
C3 2 ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അവരെ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആകെ ഇപ്പൊ എത്രണ്ണേ ഉള്ളൂ? 2 ഓപ്പറേഷൻസേ C3യിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ C4 എടുത്തു നോക്കാം. C4 എടുക്കുമ്പോ C4 1, C4 2, C4 3, C4 4 എടുക്കണ്ട, അത് ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇവർക്ക് N4 - 1 ദാറ്റ് ഈസ് 3 സിമെട്രി ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് CN ആണ് എങ്കിൽ, CN ആണ് എന്റെ ആക്സിസ് എങ്കിൽ, CN ആണ് ആക്സിസ് എങ്കിൽ അവർക്ക് ടോട്ടൽ N-1 ഓപ്പറേഷൻസ് കാണും. ഇത് ഓർത്ത് വെച്ചാൽ മതി. N-1 സിമെട്രി ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. അതാണ് CN-ന്റെ കേസില്. ഇനി അടുത്ത നമ്മൾ സിഗ്മ നോക്കുവാണെങ്കിൽ, സിഗ്മയുടെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഐഡന്റിറ്റി എലമെന്റ് ആണ് അല്ലെ? സിഗ്മ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ തന്നെയാണ്. അപ്പോ ഈ സിഗ്മയ്ക്ക് എത്ര ഓപ്പറേഷൻസേ ഉള്ളൂ? ഓൺലി 1 ഓപ്പറേഷൻസേ ഉള്ളൂ. ഇപ്പം N സിഗ്മ വി അല്ലെ N സിഗ്മ ഡി എന്നുണ്ടെങ്കിൽ അത് N നമ്പർ അല്ല. ജനറലി നമ്മൾ പറയുവാണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നവർക്ക് ഒരൊറ്റ സിമെട്രി ഓപ്പറേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. CN-നാണെങ്കിൽ N-1 സിമെട്രി ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. സിഗ്മ എന്നൊരു പ്ലെയിനോ സിമെട്രിക് ആണെങ്കിൽ ഓൺലി 1 സിമെട്രി ഓപ്പറേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി I എന്നൊരു ഓപ്പറേഷൻ ആണെങ്കിൽ, സിമെട്രി എലമെന്റിനാണെങ്കിൽ അവർക്കും ഓൺലി 1 ഓപ്പറേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് ഐയുടെ നമ്മൾ സ്ക്വയർ എടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് തന്നെ കിട്ടും? ആ ഐഡന്റിറ്റി എലമെന്റ് നമ്മുടെ ഒറിജിനൽ മോളിക്കൂൾ തന്നെ കിട്ടും. ഇനി I ക്യൂബായി എടുക്കുന്നതെങ്കിൽ, ആ ഫസ്റ്റ് ഉള്ള ആ എലമെന്റ് തന്നെ, അതായത് ഒരു തവണ നമ്മൾ I എടുക്കുമ്പോൾ കിട്ടുമല്ലോ, ആ ഒരു I തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു മോളിക്കൂളിന്റെ ഇൻവേർഷൻ എടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് X എന്നൊരു മോളിക്കൂളാ കിട്ടിയെങ്കിൽ ആ X തന്നെയാണ് I ക്യൂബ് എടുക്കുമ്പോഴും കിട്ടുന്നത്. സോ ഒരു സിമെട്രി ഓപ്പറേഷൻസ് മാത്രമേ ആർക്കും പോസിബിൾ ആയിട്ടുള്ളൂ? ഇൻവേർഷൻ സെന്ററിനും പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി നമ്മള് ഓപ്പറേഷൻസ് ഓഫ് SN എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. SN-ന്റെ ഓപ്പറേഷൻസ് അത് എത്രണ്ണമാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. നമ്മളത് 2 കേസ് ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു SN-ഉം S2N-ഉം ഇതിൽ ഏതെങ്കിലും ആണ് ഒരു മോളിക്കൂളിന് പോസിബിൾ ആവുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. SN ആകാം അല്ലെങ്കിൽ S2N ആകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. SN പവർ N എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആകുന്നത് ഏത് കേസിലാണ്? N ഈവൻ ആവുന്ന കേസിൽ. ഇനി N ഓഡ് ആണെങ്കിൽ SN പവർ 2N ആണ് ഐഡന്റിറ്റി എലമെന്റ്. എപ്പോഴാണ്? SN പവർ 2N ആണ് ഐഡന്റിറ്റി എലമെന്റ്. എപ്പോഴാണ്? N ഓഡ് ആവുന്ന കേസിൽ. അത് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് 2 കേസുകളിൽ വെച്ചിട്ട് SN-ന്റെ ഓപ്പറേഷൻസ് പറയണം. ഒന്ന് N ഈവൻ ആവുന്ന കേസിലും ഒന്ന് N ഓഡ് ആവുന്ന കേസിലും. അപ്പൊ രണ്ടിലും എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കണം എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പോസിബിൾ ആണെന്ന്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജനറൽ N വെച്ചിട്ടുള്ള ജനറൽ ആയിട്ട് ചെയ്ത് നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആദ്യം നമ്മൾ ഒരു 2-3 എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം. ഞാൻ ഫസ്റ്റ് S2 തന്നെ എടുത്തു. S2 എന്ന് വെച്ചാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? ഒരു സിഗ്മയും ഒരു C2 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതല്ലേ S2 എന്ന് പറയുന്നത്. S2 എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ്. അപ്പൊ ഇവരെ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ആകെ ഒരു സിമെട്രി ഓപ്പറേഷൻസ് മാത്രമേ S2-നുള്ളൂ. ഓക്കെ, ഇത് സിമ്പിൾ ആയി പോയി. നമുക്ക് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു S4 നോക്കാം. S4 എടുക്കുവാണെങ്കിൽ S4 1 എന്ന് വെച്ചാല് ഒരു സിഗ്മയും ഒരു C4ഉം എടുക്കുക. S4 2 എന്ന് വെച്ചാല് 2 തവണ ഇത് റിപ്പീറ്റ് ചെയ്യും. സിഗ്മ 2 എടുത്തു, C4 2 എടുത്തു. ഈ സിഗ്മ 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ്. ഈ C4 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ C2 എന്ന് വരുമല്ലോ. ഓക്കെ, C2-ന് ഈക്വൽ ആണ്.
ഇ ഇൻറ്റു C2 എന്ത് തന്നെയാണ്? C2 തന്നെയാണ്. അതായത് ഇതൊരു SN എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ഓപ്പറേഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണ്ട. കാരണം ഇത് വേറൊരു സിമെട്രി ഓപ്പറേഷൻ ആയി C2 ആണ് എനിക്ക് കിട്ടുന്നത്. S4 2 ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു സിമെട്രി എലമെന്റ് ആയിട്ടുള്ള സിമെട്രി ഓപ്പറേഷൻ ആയിട്ടുള്ള C2 ആണ് കിട്ടുന്നത്. സോ S4 2 നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണ്ട. അത് വേറൊരു സെപ്പറേറ്റ് സിയുടെ കൂടെ പൊക്കോളും. എസിന്റെ കാറ്റഗറിയിൽ കൂട്ടണ്ട. പിന്നെ നമുക്കൊരു S4 ക്യൂബ് ചെയ്ത് നോക്കാം. S4 ക്യൂബ് ചെയ്യുമ്പോൾ സിഗ്മ ക്യൂബ് C4 ക്യൂബ് എന്ന് വരും. ഓക്കെ, ഈ സിഗ്മ ക്യൂബ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിഗ്മ തന്നെയാണ് അല്ലെ? C4 ക്യൂബ്. ഓക്കെ, ഇതൊരു സെപ്പറേറ്റ് ഒരു ഓപ്പറേഷൻ അല്ലേ? അപ്പൊ ഇവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സിഗ്മ C4 പോലെ ഒരു സെപ്പറേറ്റ് ആണ് സിഗ്മ C4 ക്യൂബ്. ഇനി S4 4 നമ്മൾ നോക്കണോ? വേണ്ട, അത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പൊ എനിക്ക് S4 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്? രണ്ടെണ്ണമേ പോസിബിൾ ഉള്ളൂ. ഒന്ന് S4 1ഉം ഒന്ന് S4 3ഉം. ഓക്കെ, രണ്ട് ഓപ്പറേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി രണ്ട് കേസിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു S4 2 ഞാൻ ചെയ്തപ്പോൾ അവിടെ എനിക്ക് C2 എന്നാണ് കിട്ടിയത്. C2 എന്ന് പറയുന്നത് വേറെ സെപ്പറേറ്റ് ഒരു ഓപ്പറേഷൻ ആണ്. അപ്പൊ അത് ആ ഒരു കേസിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ C എടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ S4ന്റെ കേസിൽ അതിന് ആഡ് ചെയ്യേണ്ട. അതുപോലെ S4 4 എന്ന് പറയുന്ന ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ്, അവരെ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട. അപ്പൊ ടോട്ടൽ രണ്ട് ഓപ്പറേഷൻസ് മാത്രമേ S4-ലുള്ളൂ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. S6ഉം കൂടെ നോക്കാം. S6 1 ചെയ്യുന്നു. അപ്പോ സിഗ്മയും C6ഉം കിട്ടും. ഇത് നമ്മൾ ആഡ് ചെയ്യണം. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലേ? സിഗ്മ C6 ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. S6 സ്ക്വയർ ചെയ്യുക എന്ന് വെച്ചാല് സിഗ്മ സ്ക്വയർ C6ന്റെ സ്ക്വയർ അല്ലെ? സിഗ്മ സ്ക്വയർ എന്ന് വെച്ചാൽ ഐഡന്റിറ്റി എലമെന്റ് അല്ലേ? ഈ C6 ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിതിനെ C3 ആയിട്ട് എടുക്കാം അല്ലെ? അപ്പൊ E ഇൻറ്റു C3 എന്താണ്? C3 ആണ്. E ഇൻറ്റു C3 ആണ്. അപ്പൊ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എസ് ഓപ്പറേഷൻ ആണോ? അല്ല, ഇത് ഓൾറെഡി സിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവരെ നമ്മളിവിടെ ആഡ് ചെയ്യണ്ട. ഇവരെ നമ്മൾ കൗണ്ട് ചെയ്യണ്ട, സിമെട്രി ഓപ്പറേഷൻസ് ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, അടുത്തത് നോക്കാം. S6 ക്യൂബ് നോക്കാം. S6 ക്യൂബ് എന്ന് വെച്ചാൽ സിഗ്മ ക്യൂബ് C6 ക്യൂബ്. ഓക്കെ, സിഗ്മ ക്യൂബ് എന്ന് പറയുന്നത് സിഗ്മ തന്നെയാണ്. C6 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? C2 ആണ്. ഇതൊരു സെപ്പറേറ്റ് ഒരു ഓപ്പറേഷൻ ആണ് അല്ലെ? അപ്പൊ ഇവരെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ S6 1നെയും കൗണ്ട് ചെയ്തു, S6 3യെയും കൗണ്ട് ചെയ്തു. ഇനി S6 4 നോക്കിയാലോ? റബ് ചെയ്തിട്ട് എഴുതാം. S6 1ഉം S6 3യും ഓർത്തോളുക, അത് രണ്ടും നമ്മൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ട് കിട്ടി. അപ്പൊ രണ്ടെണ്ണം കൗണ്ട് ആയി. ഇനി S6 4 നോക്കാം. നോക്കുക. സിഗ്മ 4 C6 4. ഓക്കെ, സിഗ്മ 4 എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഇതിനെ നമുക്ക് C3യുടെ സ്ക്വയർ C3 2 ആണ്. E ഇൻറ്റു C3 2 ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണോ? അല്ല, കാരണം ഇത് C3 1 C3 2 എടുക്കുന്ന കൂടെ അതങ്ങനെ ആഡ് ചെയ്ത് പൊക്കോളും. അപ്പൊ എസിന്റെ ഒരു കാറ്റഗറിയിൽ ഇവരെ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഓക്കെ, അടുത്തത് S6 5. S6 5 എന്ന് പറയുമ്പോൾ സിഗ്മ 5 C6 5. സിഗ്മ 5 എന്ന് പറയുമ്പോൾ സിഗ്മ തന്നെയാണ് അല്ലെ? C6 5. അപ്പൊ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എന്താണ്? സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിമെട്രി ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഇപ്പം 3 ആയി. ഒന്ന് S6 1, പിന്നെ ഒന്ന് S6 3, ഒന്ന് S6 5, 3 എണ്ണമായി. ഇനി S6 എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് ഐഡന്റിറ്റി ഓപ്പറേഷൻ തന്നെയാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആണ് കിട്ടിയത്? 3. ടോട്ടൽ 3 ഓപ്പറേഷൻസ് ആണ് ആർക്ക് കിട്ടിയത്? S6ന് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ S8 എടുക്കുവാണെങ്കിൽ അവർക്ക് 2 എന്നാണ് കിട്ടുക. ഓക്കെ, ഞാനിപ്പോ ഇതൊരു ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ
എസ് എന്നില് n ഈവൻ ആണെങ്കിൽ ടോട്ടൽ നമുക്ക് 2 ഓപ്പറേഷൻസ് ആണ് ഇംപ്രോപ്പർ ആക്ട്സ് ഓഫ് റൊട്ടേഷൻസിന് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, S2-ന്റെ കേസിലും S6-ന്റെ കേസിലും S10-ന്റെ കേസിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ 3 കേസസ് ശ്രദ്ധിക്കാം. S2, S6, S10 ഇവര് n ഈവൻ ആണെങ്കിൽ പോലും 2 അല്ല. S2-ന്റെ എത്രയായിരുന്നു? only 1 ഉള്ളൂ. S6-ന്റെ എനിക്ക് 2 എന്നല്ലല്ലോ കിട്ടിയേ, 3 എന്നല്ലേ കിട്ടിയത്. S10-ന് എനിക്ക് കിട്ടുക 5 എന്നായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഓഡിന്റെ ഈവൻ SN ആയിട്ടുള്ള കേസില് S2, S6, S10 ഇവര് 3 ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. S2-ന് 1 ഓപ്പറേഷൻസേ ഉള്ളൂ, S6-ന് 3 ഓപ്പറേഷൻസ് ആണ്, S10-ന് 5 ഓപ്പറേഷൻസ് ആണ്. ഇവരൊഴിച്ചാൽ ബാക്കിയുള്ള n ഈവൻ ആയിട്ടുള്ള SN ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും കിട്ടുക. S4, S8, S12 അങ്ങനെ എടുത്തു പോയാൽ അവിടെ നമുക്ക് ടോട്ടൽ നമ്പർ 2 ഓപ്പറേഷൻസേ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഈവന്റെ കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് n ഓഡ് ആയിട്ടുള്ള കേസുകൾ എടുത്ത് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. n ഓഡ് ആവുന്ന കേസുകൾ അവിടെ നമ്മള് SN n ടൈംസ് E ആണ്. എപ്പോഴാണ്? n ഈവൻ ആവുമ്പോൾ. SN 2n ടൈംസ് ആണ് E എപ്പോഴ്? n ഓഡ് ആവുമ്പോൾ. ഇത് ഈവൻ ആവുന്ന കേസിൽ, ഇത് ഓഡ് ആവുന്ന കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഇതൊന്നും മനസ്സിലോർത്ത് വെച്ചേക്കുക. ഓഡിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലോർത്ത് വെച്ചേക്കുക. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ S3 ആണ് ഇവിടെ, സിമ്പിൾ ആയിട്ടുള്ള S3 എടുത്തു. S31 എന്ന് പറയുന്നത് എന്താണ്? സിഗ്മയും ഒരു C3യും ചെയ്യുന്നു. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിമെട്രി ഓപ്പറേഷൻ അല്ലേ? അതെ, അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. ഇവരെ നമ്മൾ കൗണ്ട് ചെയ്തു. S31-നെ നമ്മൾ കൗണ്ട് ചെയ്തു. ഇനി S32 എടുക്കുമ്പോൾ അത് സിഗ്മ 2 C32 എന്ന് വരും. സിഗ്മ 2 എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി ആണ്. ഇൻറ്റു C32. അത് എന്ത് തന്നെയാണ് വരുന്നത്? ഐഡന്റിറ്റി ഇൻറ്റു C32 തന്നെയാണ് അല്ലെ? അപ്പൊ C32 എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഓപ്പറേഷൻ അല്ല. അത് നമ്മൾ ഓൾറെഡി C3 എടുക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഇപ്പൊ S31 മാത്രമാണ് നമ്മളിപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് S3³ നോക്കാം. നോക്കിക്കോളൂ. S3³ നോക്കുമ്പോൾ സിഗ്മ ക്യൂബ് ഇൻറ്റു C3³. സിഗ്മ ക്യൂബ് എന്ന് പറഞ്ഞ സിഗ്മയാണ്. C3³ എന്താ? ഐഡന്റിറ്റി അല്ലേ? അപ്പൊ സിഗ്മ ഇൻറ്റു ഐഡന്റിറ്റി സിഗ്മ തന്നെ. ഈ സിഗ്മ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഓപ്പറേഷൻ ആണോ? അല്ല. ഇത് നമ്മൾ സിഗ്മ എടുക്കുമ്പോൾ എടുക്കുന്നതാണ് ആ കൂടെ. അപ്പൊ ഇതും നമ്മൾ കൗണ്ട് ചെയ്യണ്ട. നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ഒരു ഓപ്പറേഷൻ കിട്ടിയാൽ മാത്രമേ അവരെ കൗണ്ട് ചെയ്യുള്ളൂ. അല്ലാതെ സിഗ്മയോ C3 അതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്നതിന് വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി S34 നോക്കാം. സിഗ്മ 4 C34. സിഗ്മ 4 എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. C34 എന്ന് പറയുന്നത് എന്താ? C3 4 - 3 അത് 1 അല്ലേ? E ഇൻറ്റു C31 C31. അപ്പൊ ഇവരെയും കൗണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മള് S33 കൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു ഓഡാണ്. ഓഡിന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് വരണമെങ്കിൽ SN പവർ 2n വരെ ചെയ്യണം. അത് 2 × 3 6 വരെ ചെയ്യണം. S3 6 വരെ ചെയ്താലേ അവിടെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ S3 വരെ ഉള്ള ഓപ്പറേഷൻസിൽ നിർത്തരുത്. ഓക്കെ, ഇത് N ഓഡിന്റെ കേസ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി S35 എടുക്കുക. ഓക്കെ അല്ലേ? സിഗ്മ 5 എന്ന് പറയുന്നത് എന്താ? സിഗ്മ തന്നെ. C35-നെ നമുക്ക് C3² എന്ന് ചെയ്യാലോ.
അപ്പൊ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിമെട്രി ഓപ്പറേഷൻ അല്ലേ? അതെ. ഇനി S3 6 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. S3 SN 2N എന്ന് പറയുന്ന ഐഡന്റിറ്റി എലമെന്റ് ആണ്. സോ അപ്പൊ ഇവരെയും കൗണ്ട് ചെയ്യേണ്ട. അപ്പൊ ടോട്ടൽ എനിക്ക് എത്ര ഓപ്പറേഷൻസ് വരെ കിട്ടി? S3 1ഉം S3 5ഉം ആണ് കിട്ടിയത്. ടോട്ടൽ 2 ഓപ്പറേഷൻസ് ആണ് കിട്ടിയത്. S3 എടുത്തപ്പോൾ ഓക്കെ നോക്കുക, ഞാൻ S3 എടുത്തപ്പോൾ എനിക്ക് ടോട്ടൽ 2 ഓപ്പറേഷൻസ് ആണ് കിട്ടിയത്. ഒന്ന് S3 1ഉം വേറേത് S3 5ഉം. ഓക്കെ, ഇനി ഞാൻ S5 കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവർ നമ്മൾ S5 എന്ന് പറയുമ്പോൾ N ഓടല്ലേ, അപ്പൊ എവിടം വരെ എടുക്കണം? SN 2N വരെ എടുക്കണം. അതായത് S5 10 വരെ എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഐഡന്റിറ്റി ഓപ്പറേഷൻ കിട്ടുള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര? അത് ഒരുപാട് എടുത്ത് പോകണം. S5 1 S5 2 അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ചെക്ക് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എത്രയാ? 4 ഓപ്പറേഷൻസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ ഇവിടെ 4 ഓപ്പറേഷൻസ് ആണ് S5ൽ നമുക്ക് കിട്ടുക. അപ്പൊ ഇനി ഞാൻ ഇതിനെ ജനറലൈസ് ചെയ്ത് പറയാം. SNല് N ഓഡ് ആണെങ്കിൽ നമുക്ക് N-1 ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. കാരണം S3ൽ നമുക്ക് 2 അല്ലേ കിട്ടിയത്, അപ്പൊ 3 - 1 2 ഓപ്പറേഷൻസ്. S5ല് N5 ആണ്, അപ്പം 5 - 1 4 ഓപ്പറേഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഞാനിത് ഒന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോലെ പറയാം. C1 എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ 1 ആയിരിക്കും. അവർക്ക് ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ ഉള്ളൂ C1ന്. CS എന്ന് പറയുമ്പോൾ അവർക്ക് 2 ആയിരിക്കും, കാരണം അവർക്ക് ഐഡന്റിറ്റി എലമെന്റും ഉണ്ട്, സിഗ്മയും ഉണ്ട്. CI എന്ന് പറയുന്നവർക്കും 2 ആയിരിക്കും, കാരണം അവർക്ക് ഐഡന്റിറ്റി എലമെന്റും ഉണ്ട്, ഐയും ഉണ്ട്. ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമുക്ക് അറിയാവുന്നതാണ്. C1ന് 1 ആണ് ഓർഡർ, CS-ന് 2 ഓർഡർ, CI-ക്കും 2 ഓർഡർ. ഓക്കെ, ഇനി CN ആണെങ്കിൽ അവർക്ക് N തന്നെയായിരിക്കും അവരുടെ ഓർഡർ. നമ്മൾ C3യുടെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് C3 1 ഉണ്ട്, C3 2 ഉണ്ട്, C3 3 എന്ന് പറയുന്ന ഐഡന്റിറ്റി തന്നെയാണ്. അപ്പൊ ടോട്ടൽ എത്രയാ? 3 തന്നെയല്ലേ അവർക്ക് ഓർഡർ ആയിട്ട് കിട്ടിയത്. അപ്പൊ CN ആണെങ്കിൽ N തന്നെയാണ് അവരുടെ ഓർഡർ. ഓക്കെ, ഇനി CNVയുടെ കാര്യം നോക്കുക. CNVക്ക് ആണെങ്കിൽ ടോട്ടൽ 2N ആയിരിക്കും ഓർഡർ. നമുക്ക് വാട്ടറിന്റെ കേസ് എടുത്ത് നോക്കാം. വാട്ടറിനൊരു രണ്ട് സിഗ്മയുണ്ട്, ഒരു C2 ഉണ്ട്, ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 1 2 3 4. അപ്പൊ വാട്ടറിന്റെ പോയിന്റ് ഗ്രൂപ്പ് C2V അല്ലേ, അപ്പൊ 2 × 2 4 എന്നല്ലേ കിട്ടിയത്. ആ 4 തന്നെയാണ് ഇവരുടെ ഓർഡറും. ഓക്കെ, CNV ആണെങ്കിൽ 2N ആണ് അവരുടെ ഓർഡർ. ഓക്കെ, അതുപോലെ തന്നെ CNH ആണെങ്കിൽ 2N തന്നെയാണ് ഓർഡർ. ഓക്കെ, CNH നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസ് ചെയ്ത് വെച്ചതിൽ നിന്ന് നമുക്ക് CNHന് നമുക്ക് ട്രാൻസ് H2O2ന്റെ കേസ് നമുക്ക് C2H നമ്മൾ പറഞ്ഞായിരുന്നു. അതൊന്ന് വെച്ച് നോക്കാം. ട്രാൻസ് H2O2 CNH പോയിന്റ് ഗ്രൂപ്പ് ആണ്, C2H പോയിന്റ് ഗ്രൂപ്പ് ആണ്. അവർക്കൊരു ഈ ഒരു എക്സാമ്പിള്, ഇവർക്കൊരു C2 പോസിബിൾ ആണ്, C2Y പോസിബിൾ ആണ്, ഡയഗണലി ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവർക്ക് ഒരു സിഗ്മ H ആണുള്ളത്, ആ മോളിക്കൂളിലൂടെ തന്നെ ഒരു സിഗ്മ H. പിന്നെ അവർക്ക് ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്, ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഇപ്പൊ ടോട്ടൽ 4 അല്ലേ, അപ്പൊ 4 ആകുമ്പോഴത്തേനും CNH
പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ എത്ര ഓർഡർ ആണ് ഞാൻ പറഞ്ഞത്? 2n ആണ്. അപ്പൊ 2 ഇൻറ്റു n എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ്? 2 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 2 ടോട്ടൽ 4 എന്ന് കിട്ടിയില്ലേ? ഓക്കെ. ഇനി വേറൊരു ഡിയുടെ കാര്യം നമുക്ക് നോക്കാം. ഡി എൻ പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ടോട്ടൽ 2n ആയിരിക്കും അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡി എൻ പോയിന്റ് ഗ്രൂപ്പിന് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഡി എൻ പോയിന്റ് ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ കാണിക്കാം. ആയിക്കോളൂ. CuEn ട്വൈസ്. ഓക്കെ, ഇങ്ങനൊരു ഈ എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ഒരു ചീലേറ്റിംഗ് ഏജന്റ് ആണ്. നമ്മളത് Cu സെന്ററിൽ വരയ്ക്കും. ഇവിടെ എത്തിലീൻ ഡയമീൻ ഞാൻ ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുവാണേ. ശരിക്കും ഇതിന്റെ ഫോർമുല എന്താ? NH2CH2CH2NH2 ആണ് എത്തിലീൻ ഡയമീന്. ഇത് വെഡ്ജിലും ഇവര് നമ്മൾ ഡാഷിലുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ EN നമ്മൾ ഡാഷിലാണ് റെപ്രസെന്റ് ചെയ്യുക. കാരണം ഇവിടെ ഈ രണ്ട് റിങ്ങുകളും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ട് റിങ്ങുകൾ ഉണ്ടല്ലോ, രണ്ട് എത്തിലീൻ ഡയമീൻ, രണ്ടുപേരും ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു 3D ഇമേജ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ രണ്ട് റിങ്ങുകളും കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കേസിൽ ഇവർക്കൊരു സിഗ്മയൊന്നും പോസിബിൾ അല്ല. പ്ലെയിൻ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഒരേ പ്ലെയിനിലല്ല ഈ രണ്ട് മോളിക്കൂളും കിടക്കുന്നത്. പിന്നെ ഇവർക്കുള്ളത് എന്താണ്? ഇതിലെ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്. ഈ സെന്ററിലൂടെ ഇവർ രണ്ടുപേരും കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്. ഇങ്ങനെ Y ആക്സിസിലുള്ള കാണിക്കാം. നിങ്ങൾ ഈ ഒരു കാര്യത്തിന് നമ്മള് ഈ ഫിഗറിൽ നമുക്കത് കാണിച്ചു തരാൻ പറ്റുമല്ല. രണ്ട് റിങ്ങുകളും രണ്ട് എത്തിലീൻ ഡയമീനും കിടക്കുന്നത് ഒരേ പ്ലെയിനിലല്ല. അവർ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിലാണ് അവരുടെ അതായത് അതിപ്പോ ഒരാൾ പ്ലെയിനിൽ കിടക്കുന്നു, മറ്റേ ആൾ പെർപെൻഡിക്കുലർ ആയിട്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കേസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോ Cu ഇവിടെയാണ് എന്നുള്ളത്. ഇതിനെ നമ്മൾ ഡാഷ് ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ. അപ്പൊ ഇവർക്ക് ഇതിലൂടെ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്. ഇതൊരു C2 ആക്സിസ്, C2Z ഉണ്ട്, C2X ഉണ്ട്, C2Y ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ C2Zനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുത്തതെങ്കിൽ അപ്പൊ ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് C2 ആക്സിസുകളും പോസിബിൾ അല്ലേ? C2Xും C2Yയും ഈ C2Zന് പെർപെൻഡിക്കുലർ ആണ്. സോ ഇവർ ഏത് പോയിന്റ് ഗ്രൂപ്പിൽ വരും? D പോയിന്റ് ഗ്രൂപ്പിൽ വരും. നമ്മൾ പഠിച്ചിട്ടില്ലേ CN പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് ഉണ്ടെങ്കിൽ അവര് D പോയിന്റ് ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്ന്. അപ്പൊ ഇവിടെ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് D ആണ്. ഇവർക്ക് സിഗ്മയൊന്നും പോസിബിൾ അല്ല. അപ്പൊ ഇവർക്ക് ആകെ എന്തേ ഉള്ളൂ? D2 ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ എന്തിന് എക്സാമ്പിൾ ആണ്? D2 പോയിന്റ് ഗ്രൂപ്പ്, DN പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ടോട്ടൽ ഇവർക്ക് ആകെ ഉള്ളത് 3 C2സും ഒരു ഐഡന്റിറ്റി എലമെന്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ ഇവരുടെ ഓർഡർ എന്ന് പറയുന്നത് 4 എന്ന് കിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ DN അപ്പൊ എത്രയാണ് അവരുടെ ഓർഡർ? 2n ആണ് അവരുടെ ഓർഡർ. ഓക്കെ ആയില്ലേ? നമ്മള് DNHന്റെ കാര്യം നോക്കാം. DNH അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4n, അവരുടെ ഓർഡർ എന്ന് പറയുന്നത് 4n ആയിരിക്കും. 4n. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് എക്സാമ്പിൾ വെച്ച് ഞാൻ DNHും DND രണ്ടും ഒന്നിച്ച് പറയാം. ഓക്കെ, DNHന്റേത്
4N-ഉം DNDക്കും എത്ര തന്നെയാണ്? 4N തന്നെയാണ് ഓർഡർ. ഞാനിത് സ്റ്റാഗേർഡ് ഈഥെയ്ന്, എക്ലിപ്സ്ഡ് ഈഥെയ്ന് അങ്ങനെയുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കോളൂ, സ്റ്റാഗേർഡ് ഈഥെയ്ൻ ആണ് ഇങ്ങനെ. ഇതൊരു CH3, ഇനി വേറൊരു കളറില് ഇത് ഒരു ഹൈഡ്രജൻ, ഇത് വേറെ ബാക്കിലുള്ള CH3, ഇത് സെന്ററിൽ ഇതൊരു CH3 അല്ലേ, നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം ഇതില് ഇനി എന്റെ ആക്സിസ് ഞാൻ മാർക്ക് ചെയ്യാം. ഇതിലൂടെ ഈ സെന്ററിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു C3 ആക്സിസ് എടുത്തു കഴിഞ്ഞാല് ഈ 3 ഹൈഡ്രജൻസ് ഉണ്ടല്ലോ, ഇവര് 3 പേരും അവരുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന 3 ഹൈഡ്രജൻസ് ഉണ്ടല്ലോ, അവരും പൊസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പം ഹൈഡ്രജൻ തന്നെയല്ലേ ആ പൊസിഷനിൽ വരുന്നത്, അതുകൊണ്ട് ഇവർക്ക് ഏത് ആക്സിസ് ഉണ്ട്? C3 ആക്സിസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി ഇവർക്ക് C2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. നമുക്ക് ഇങ്ങനെ ഒരു C2 ആക്സിസ് ഇവർക്ക് പോസിബിൾ അല്ലേ? റൊട്ടേറ്റ് ചെയ്താലും ഹൈഡ്രജൻ തന്നെ അല്ലേ രണ്ടിടത്തും ഉള്ളത്. ഇങ്ങനെ ഒരു C2 ആക്സിസ് ഇവർക്ക് പോസിബിൾ ആണ്. അതുകൂടാതെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്. രണ്ടാമത്തെ C2 ഇങ്ങനെ 3 C2s ഇവർക്ക് പോസിബിൾ ആണ്. 3 C2സും സ്റ്റാഗേർഡ് ഈഥെയ്നാണ് കേട്ടോ. 3 C2s പോസിബിൾ ആണ്. അതുപോലെ C3യും ഇവർക്കുണ്ട്. പിന്നെ ഈ പാസ് ചെയ്ത് പോകുന്ന C2 എന്ന് വെച്ചാല് എന്താ ചെയ്തത്? ബൈസെക്ട് ചെയ്യുവല്ലേ. സോ ഇവർക്ക് എന്താ ഉള്ളത്? സിഗ്മ ഡി ആണുള്ളത്. ആ C2നെ ബൈസെക്ട് ചെയ്ത രണ്ട് ആക്സിസിലൂടെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിറർ ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. സോ ഇവർക്കുള്ളത് സിഗ്മ ഡി ആണ്. N നമ്പർ ഓഫ് സിഗ്മ ഡി. ഓക്കെ, N നമ്പർ ഓഫ് സിഗ്മ ഡി ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് C3 ഉണ്ട്, 3 C2 ഉണ്ട്, 3 സിഗ്മ ഡി ഉണ്ട്, ഒരു ഐഡന്റിറ്റി എലമെന്റും ഉണ്ട്. അപ്പൊ ടോട്ടൽ 8 ഓർഡർ ആണ് ഇവർക്കുള്ളത്. ഓക്കെ, 8. അപ്പൊ ഞാൻ നേരത്തെ ഒരു ജനറൽ കേസ് പറഞ്ഞായിരുന്നല്ലോ, 4N ആയിരിക്കും ഇവർക്കുള്ളതെന്ന് അല്ലെ? അത് ഓർക്കുന്നില്ലേ? 4N ആണ് ഇവർക്കുള്ളതെന്ന് പറഞ്ഞായിരുന്നു ഓർഡർ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഉണ്ടെന്ന് കിട്ടി? 8. 4 into 2. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാഗേർഡ് ഈഥെയ്ന്റെ പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് ക്ലിയർ ആയല്ലോ. D3D ആണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്. D3D ഇവർക്ക് സിഗ്മ ഡി ആണുള്ളത്. കാരണം രണ്ട് C2വിനെ ബൈസെക്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ആണ് ഇവർക്ക് പോസിബിൾ ആവുന്നത്. സോ ഇവർക്ക് സിഗ്മ വി അല്ല ഉള്ളത്, സിഗ്മ ഡി ആണ്. അതുപോലെ ഇവിടെ സിഗ്മ എച്ച് ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ എന്തെന്ന് പറയാം? അവർക്ക് സിഗ്മ ഡി ആണ് ഉള്ളത്, സിഗ്മ വി കാണില്ല. ഓക്കെ, അപ്പൊ സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഈഥെയ്ന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D3D ആണ്. ഇനി നമ്മൾ എക്ലിപ്സ്ഡ് ഈഥെയ്ന്റെ കാര്യം നോക്കാം. എക്ലിപ്സ്ഡ് ഈഥെയ്ൻ എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു CH3. ഇനി ഞാൻ നെക്സ്റ്റ് CH3H ഇങ്ങനെയല്ലേ? അവർ തൊട്ട് പുറകിലാണല്ലോ കിടക്കുന്നത്.
ഇനി നമുക്ക് ഇവരുടെ ആക്സിസുകൾ നോക്കാം. ദാ ഇതിലെ ഒരു C3 ആക്സിസ് പോസിബിൾ ആണ്. ഇതിലെ ഒരു C3 ആക്സിസ് പോസിബിൾ ആണ്. ഇനി C2നെ ഞാൻ നമുക്കൊന്ന് എളുപ്പത്തിൽ കാണുമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രത്തിൽ വെച്ച് C2 പറയാൻ പറ്റുകയില്ല. സ്റ്റാഗേർഡ് പോലെ നമുക്ക് സ്റ്റാഗേർഡ് കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. നമുക്ക് അതിൻ്റെ അത് C3 C2 ഒക്കെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഡയഗ്രാം മാറ്റിയിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുവാണ്. ഇങ്ങനെ ഒരു ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഇവർക്ക് ഇതിലെ ഒരു C2 പോസിബിൾ ആണ്. അതുപോലെ ഇതിലെ ഈ മോളിക്കൂളിനുള്ളിലൂടെ ഒരു C2 പോസിബിൾ ആണ്. ഇപ്പം ടോട്ടൽ ഒരു C2 ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടോട്ടൽ 3 C2 N C2s പോസിബിൾ അല്ലേ? അതുപോലെ തന്നെ ഈ മോളിക്കൂളിലൂടെ പോകുന്ന ഈ ഒരു ആക്സിസിലൂടെ കൂടെ പോകുന്ന ഒരു പ്ലെയിൻ, അതായത് സിഗ്മ വി എനിക്ക് പോസിബിൾ ആണ്. ഒരു സിഗ്മ വി അല്ല, 3 സിഗ്മ വി പോസിബിൾ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു സിഗ്മ എച്ചും പോസിബിൾ ആണ്. അപ്പൊ ഇവർക്ക് C3 പോസിബിൾ ആണ്, 3 C2s പോസിബിൾ ആണ്, 3 സിഗ്മ വി, ഒരു സിഗ്മ എച്ച്. അപ്പൊ സിഗ്മ എച്ച് ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? D3H ആയിരിക്കും. ഇനി നമ്മൾ ജനറൽ ആയിട്ട് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പത്തിന് സ്റ്റാഗേർഡ് ഫോമിലുള്ള നമുക്ക് ഇങ്ങനെ വരച്ച് കണ്ടുപിടിച്ച് എടുക്കല് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഗേർഡ് ഫോം ആയിട്ടുള്ളവരുടെ TNT ആയിരിക്കും അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എപ്പോഴും. നമ്മൾ സ്റ്റാഗേർഡ് ഫെറോസിൻ കണ്ടായിരുന്നു. അപ്പൊ അവർക്ക് D5D ആയിരുന്നു പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഫോമിന്റെ പോയിന്റ് ഗ്രൂപ്പിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് DND എന്ന് പറയാം. ഓക്കെ, ഇനി എക്ലിപ്സ്ഡ് ആണെങ്കിൽ എക്ലിപ്സ്ഡ് ഫോമിനാണെങ്കിൽ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് DNH ആയിരിക്കും. ഫെറോസിന്റെ എക്ലിപ്സ്ഡ് ഫോമിന്റെ D5H ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ സ്റ്റാഗേർഡിന് DNDയും എക്ലിപ്സ്ഡിന് DNHും. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് H2O2ന്റെ തന്നെ 3 ഷേപ്പുകൾ H2O2ന് പോസിബിൾ ആണ്. ട്രാൻസ്, സിസ്, പിന്നെ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ. അങ്ങനെ 3 ഫോംസിൽ നമ്മുടെ H2O2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോന്നിന്റെയും പോയിന്റ് ഗ്രൂപ്പുകൾ ഓർത്തു വെക്കുക. ട്രാൻസിന് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതേ ഉള്ളൂ. എന്തായിരുന്നു? C2H ആണ്. C2H ആണ് ട്രാൻസിന്റേത്. ഇനി നമുക്ക് സിസിന്റെ നോക്കാം. 2 ഹൈഡ്രജനും ഒരേ പ്ലെയിനിൽ ഒരേ സൈഡില്. ഇവർക്ക് ഇതിലൂടെ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ് അല്ലെ? അതുപോലെ തന്നെ ഈ C2 ആക്സിസിലൂടെ തന്നെ ഒരു പ്ലെയിനും പോസിബിൾ ആണല്ലോ. C2 പോസിബിൾ ആണ്, അതിലൂടെ തന്നെ ഒരു സിഗ്മ വി പോസിബിൾ ആണ്. പിന്നെ ഈ മോളിക്കൂൾ സ്ക്രീൻ ഫുൾ ഒരു മിറർ എടുത്തു കഴിഞ്ഞാൽ ആ സിഗ്മ വി പോസിബിൾ ആണ്. പിന്നെ ഇവർക്കൊരു ഐഡന്റിറ്റി എലമെന്റും ഉണ്ട്. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? C2V ആണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്. ട്രാൻസ് H2O2ന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? C2H. സിസ് H2O2ന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2V. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ഉണ്ട്, ഓപ്പൺ ബുക്ക്. നമ്മൾ 3Dയിൽ കണ്ടതായിരുന്നു ഓപ്പൺ ബുക്കിന്റെ ഒക്കെ. 2 ഓക്സിജന്, ഇതായിരുന്നു H2O2. ഒരാൾ എബോവ് ദ പ്ലെയിൻ, ഒരാൾ ബിലോ ദ പ്ലെയിൻ. അപ്പൊ ഇവർക്ക് ആകെ ഒരു C2Y മാത്രമേ പോസിബിൾ ഉള്ളൂ. പ്ലെയിൻ ഒന്നും എടുക്കാൻ പറ്റുമല്ല, കാരണം 2 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്. അപ്പൊ ഇയും C2 മാത്രം ഉള്ളവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? CN ആണ്. CN എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കേസിൽ അത് C2 ആണ്. ഓക്കെ ആയില്ലേ? അപ്പം ട്രാൻസ് H2O2 C2H, സിസ് H2O2ന്റെ പോയിന്റ് ഗ്രൂപ്പ് C2V,
H2O2 ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണെങ്കിൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് CN. CN എന്ന് പറയുമ്പോൾ ഇവിടെ C2 ആണ്. ഓക്കെ, ഇനി നമ്മള് PH3, അതായത് നടുവിൽ ഒരു CH-ഉം 3 PH-ഉം. ഓക്കെ, ഇങ്ങനെ ഒരു മോളിക്കൂൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ 3 PH-ഉം ഫീനൽ ഗ്രൂപ്പും ഒരേ പ്ലെയിനിലല്ല. സോ അവർക്കും എന്ത് മാത്രം ആകെ പോസിബിൾ ആയിട്ടുള്ളത് കാണുമ്പോൾ BF3 മോളിക്കൂൾ പോലെ ഇരിക്കും. അപ്പൊ അവർക്ക് C3 ആക്സിസ് പോസിബിൾ ആണ്. C3 ആക്സിസ് പോസിബിൾ ആണ്, പക്ഷെ ഒരു സിഗ്മ ഇവർക്കില്ല. കാരണം ഇത് മൂന്നും കിടക്കുന്നത് 3 പ്ലെയിനിലാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? CN പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിളോടെ കാണിക്കാം. ഇങ്ങനൊരു മോളിക്കൂള്. ഇവർക്ക് C5 പോസിബിൾ അല്ലേ? C5 സെന്ററിലൂടെ ഒരു C കൺസിഡർ ചെയ്താൽ, ആക്സിസ് കൺസിഡർ ചെയ്താൽ ഇവർക്ക് C5 പോസിബിൾ ആണ്. അതുപോലെ ഇങ്ങനെ ഒരു C2 ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് 5 C2s പോസിബിൾ ആണല്ലോ. പിന്നെ ഈ മോളിക്കൂളിനെ തന്നെ കട്ട് ചെയ്യുന്ന ഇതല്ലേ നമ്മുടെ C5, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിഗ്മ H പോസിബിൾ ആണല്ലോ. സോ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തെടുക്കാം? D5H പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ ആയില്ലേ? ഇപ്പൊ നമ്മള് പോയിന്റ് ഗ്രൂപ്പിന്റെ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു. നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചായിരുന്നു. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നമ്മൾ ഓർഡർ കണ്ടുപിടിച്ചു. പിന്നെ അതിന്റെ ജനറൽ കേസുകൾ പറഞ്ഞു. അതായത് C1, CS, CI, CN, CNV, CNH, DN, TNH, DND, അതിൽ ഓരോരുത്തരുടെ ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്, ഈ ചാപ്റ്റർ കുറച്ചും കൂടെ ഉണ്ട്. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളോട് ഉണ്ട്. അപ്പൊ നിങ്ങൾ കുറെ പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ തന്ന MCQs ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.